ജീവസമാധി തീർച്ചയായും ധാർമ്മികവും നിയമപരവുമായ ഒരുപാട് ആശങ്കകളെ ഉയർത്തുന്നുണ്ട്. ഈ ആചാരം മനുഷ്യത്വരഹിതമാണ്. അമരത്വം, നിത്യശാന്തി, ഭൗതിക ജീവിതത്തിനപ്പുറം നീളുന്ന ശക്തി എന്നിവ നേടാമെന്ന് ഒക്കെ മോഹിച്ച് ഈ സംഗതി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ചെറിയ ക്ഷേത്രങ്ങളിലും മറ്റുമുള്ള ആത്മീയ ഗുരുക്കന്മാരെ ശിഷ്യർ തന്നെ ജീവസമാധിയാക്കി വലിയ ക്ഷേത്രവും ട്രസ്റ്റും ഒക്കെയായി വികസിപ്പിക്കുന്ന രീതികളുമുണ്ട്. ശിവഗംഗൈ, തിരുവണ്ണാമല പോലുള്ള ജില്ലകളിലൊക്കെയുള്ള പല പുതിയ ജീവസമാധികളും ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ കാണുന്നത് പോലെ സ്വകാര്യ ക്ഷേത്രങ്ങളിലാണ് ഉള്ളത്. പിതാവിന്റെ ജീവസമാധി വെച്ച് മക്കളാണ് ജീവിക്കുന്നത്. ജീവസമാധി എന്ന പ്രാക്ടീസിനെ പേരെടുത്ത് നിരോധിച്ചിട്ടില്ലെങ്കിലും ഇത് സ്വയം ചെയ്യുന്ന ആൾ ആത്മഹത്യ തന്നെയാണ് ചെയ്യുന്നത്. ആത്മീയമായതും വിശ്വാസപരവുമായ കാരണത്താൽ ആണെങ്കിൽ പോലും ഇതിൽ പങ്കെടുക്കുന്നവർ അല്ലെങ്കിൽ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നവർ കൊലപാതകം തന്നെയാണ് ചെയ്യുന്നത്.